ഞാൻ എൻ്റെ മോനിക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവന് കുറച്ച് ദേഷ്യം കൂടിയ സമയത്തായിരുന്നു ഞാൻ അവനക്ക് വിളിച്ചത്. അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കേണ്ടതാണ്. അത് ഇപ്പോൾ ആദിലോട് നൂറാടും കൂട്ടുകൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് വന്നത്. അത് എങ്ങനെയാണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു വാക്ക് ഉമ്മ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആദില കൃത്യമായിട്ട് അനുമോളോട് പറയുന്നുണ്ട്, അക്ബറിന്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനൊക്കെ മെന്റലി ഡൗൺ ആയി എന്നുള്ളത്. ലൈവ് കണ്ട ഏതൊരു മനുഷ്യനും അത് മനസ്സിലാവും. അന്ന് ലൈവ് കണ്ട ഒരു വ്യക്തിയാണ് ഞാന്. ആദിലയും നൂറയും കരഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അതായത് ബിജിഎമ്മും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആളുകൾ ഇങ്ങനെ കൊണ്ടാടിയ ഒരു സാധനമാണ്. നമ്മളെ സ്വന്തം വീട്ടുകാർ പോലും അംഗീകരിക്കുന്നില്ല, പിന്നെ മറ്റുള്ള ആളുകളുടെ വീട്ടുകാർ അംഗീകരിക്കുമെന്ന് കരുതുന്നത് മണ്ടത്തരമല്ലേ എന്നാണ് ആദിൽ പറഞ്ഞത്. നൂറ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്നേ ദിവസം സമ്മർ മീഡിയയിൽ വന്ന ഈ ഒരു വീഡിയോ ഒന്ന് കാണും നിങ്ങൾ. പക്ഷെ ഇന്ന് ഇവരൊരു കാര്യം പറയുന്നുണ്ട്. അതായത് അക്ബറിന്റെ വീട്ടിൽ നിന്ന് കോൾ വന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ആദിലേരെയും നൂറയുടെയും അടുത്ത്